ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കോട്ടയിൽ എൽ.ജെ.പിക്ക് സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന് ബി.ജെ.പി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ബി.ജെ.പിക്ക് മാറ്റിവെച്ചിരിക്കുന്ന സീറ്റിൽ നിന്നാണ് സാധാരണയായി എൽ.ജെ.പിക്കോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ സീറ്റ് കൊടുക്കുന്നത്. അതായത് ഐക്യജനതാദളും ബി.ജെ.പിയുമാണ് അവിടെ സീറ്റ് പങ്കിട്ടെടുക്കുന്നത്. അതിൽ ബി.ജെ.പിയുടെ കോട്ടയിൽ നിന്നാണ് സാധാരണയായി എൻ.ഡി.എയുടെ സഖ്യകക്ഷികളായ ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാ മോർച്ചയും അതുപോലെ തന്നെ നിലവിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ചിരാഗ് പാസ്വാന്റെ പാർട്ടിയായ ലോക് ജനശക്തി പാർട്ടിക്കും സീറ്റുകളുടെ എണ്ണം നിശ്ചയിക്കപ്പെടുന്നത്. എന്നാൽ ആ കാര്യത്തിൽ ഒരു വലിയ പ്രശ്നം ഉദിച്ചിരിക്കുകയാണ്. ബി.ജെ.പി പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റുകളിൽ പാർട്ടി അംഗങ്ങൾക്ക് മത്സരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്ന കാര്യത്തിൽ ഐക്യജനതാദൾ അനുഭാവപൂർവ്വം തീരുമാനമെടുക്കുകയോ ഐക്യജനതാദൾ വിട്ടുവീഴ്ച നടത്തുകയോ ചെയ്യണം. നമുക്കറിയാം, നിതീഷ് കുമാറിന്റെ മന്ത്രിസഭ വികസിപ്പിച്ചപ്പോൾ വീണ്ടും ബി.ജെ.പി അംഗങ്ങളെയാണ് ക്യാബിനറ്റ് മന്ത്രിമാരാക്കിയത്. അതായത് നിതീഷ് കുമാറിന്റെ ക്യാബിനറ്റിൽ കേവലം മുഖ്യമന്ത്രി അടക്കം 13 അംഗങ്ങൾ മാത്രമാണ് ഐക്യജനതാദളിൽ നിന്നും ഉള്ളത്. 20-ൽ പരം അംഗങ്ങൾ ബി.ജെ.പിയുടെ നേതാക്കളാണ്. അതായത് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാണെന്നേയുള്ളൂ. പ്രധാന വകുപ്പുകളും മന്ത്രിസ്ഥാനവുമെല്ലാം കൂടുതലായി അലങ്കരിക്കുന്നത് ബി.ജെ.പി തന്നെയാണ്. മഹാരാഷ്ട്ര മോഡൽ നടപ്പിലാക്കാനാണ് ബി.ജെ.പിയുടെ അടുത്ത ലക്ഷ്യം. അതായത് ബി.ജെ.പി 80 അതിലധികം സീറ്റുകളോ നേടി ഐക്യജനതാദളിന് മുഖ്യമന്ത്രി സ്ഥാനമൊഴികെ ബാക്കി എന്ത് നൽകാൻ തയ്യാറാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം ബി.ജെ.പി കൈവശം വയ്ക്കാനും ബീഹാർ ഭരണം പിടിച്ചെടുക്കാനും വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി. നിതീഷിനെ മോദിയുടെ ക്യാബിനറ്റിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബീഹാറിൽ ഐക്യജനതാദൾ ഭരണം അവസാനിപ്പിച്ച് എൻ.ഡി.എ ഭരണത്തിൽ ബീഹാറിന്റെ ഭരണചക്രത്തിലിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ട് കാലമേറെയായി. നിർമ്മല സീതാരാമൻ എന്തുകൊണ്ടാണ് ബജറ്റിൽ ബീഹാറിനുള്ള കേന്ദ്ര വിഹിതം ഇത്രയധികം തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നത് വലിയ സംശയകരമായി തോന്നുമെങ്കിലും വാസ്തവത്തിൽ അവരുടെ ലക്ഷ്യം ഇതാണ്: ഐക്യജനതാദളിനെ നേട്ടം കൊയ്തെടുക്കാൻ അനുവദിക്കാതിരിക്കുക, ഒപ്പം ബി.ജെ.പിക്ക് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനതാദളിന് കിട്ടിയ 12 ലോക്സഭാ സീറ്റുകൾ വാസ്തവത്തിൽ ബി.ജെ.പിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ബി.ജെ.പി ഇവരുടെ സഖ്യത്തിന്റെ ഭാഗമായി ഭരിക്കേണ്ടി വന്നതിന്റെ ഗതികേട് അവർക്ക് ഒരു തീരാനഷ്ടമായി കണക്കാക്കുകയാണ്. അതിനിടയിൽ 2020-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനതാദൾ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ചിരാഗ് പാസ്വാൻ ഓടി നടന്നതിന്റെ കൃത്യമായ തെളിവുകൾ നിതീഷിന്റെ കയ്യിലുണ്ട്. നിതീഷ് അതുകൊണ്ട് തന്നെ ഐക്യജനതാദളിന്റെ കോട്ടയിൽ നിന്ന് ഒരു സീറ്റ് ചിരാഗിന് ഒരു കാലത്തും വിട്ടുകൊടുക്കില്ല. ജിതൻ റാം മാഞ്ചി നിതീഷിനെ ചതിച്ച വ്യക്തിയാണ്. ആ പക നിതീഷിന്റെ മനസ്സിലുണ്ട്. സഖ്യകക്ഷിയായിരുന്നാലും ജിതൻ റാം മാഞ്ചിയെ ഒരിക്കലും അംഗീകരിക്കാൻ നിതീഷ് തയ്യാറാകില്ല. കാരണം 2014-ൽ നരേന്ദ്രമോദി അധികാരത്തിലേറിയപ്പോൾ തന്റെ പാർട്ടിയുടെ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിതീഷ് തന്റെ മുഖ്യമന്ത്രി സ്ഥാനം വിശ്വസ്തനായ ജിതൻ റാം മാഞ്ചിക്കാണ് ഒഴിഞ്ഞുകൊടുത്തത്. എന്നാൽ വളരെ വൈകാതെ തന്നെ അദ്ദേഹം തനിക്കുണം കാണിച്ചു. അതിനെല്ലാം പ്രതികാരം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് നിതീഷ് കുമാർ.